ഹായ് എവരിവൺ, മേധയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മാത്സും റീസണിങ്ങും നല്ല രീതിയിൽ സെറ്റ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരു 10 ചോദ്യങ്ങൾ ഇന്ന് ചെയ്യാം. ഓക്കെ ആണോ? ആദ്യത്തെ ചോദ്യം പിടിച്ചോ. എല്ലാവരും ചോദ്യം വായിച്ചു കേടാ. ഇഫ് യു ആഡ് 70 ടു 180 ഓഫ് എ നമ്പർ യു ഗെറ്റ് 100. ചോദ്യം മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. 70 പ്ലസ് 1/8 ഓഫ് എ നമ്പർ എന്താണെന്ന് അറിയാമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, എക്സ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു എത്ര കിട്ടൂടാ? 100 കിട്ടും. എങ്കിൽ ചോദ്യം എന്താടാ? ദി നമ്പർ ഈക്വൽ ടു നമ്പർ എന്ത് വരുന്ന ചോദിച്ചേക്കണം അല്ലെ. നമ്പർ നമ്മൾ എന്താക്കി എടുത്ത എക്സ്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? 70നെ 1/8 ഓഫ് എ നമ്പർ, അതായത് 70 ഉണ്ട് 1/8 ഓഫ് എ നമ്പർ, അതാണ് എന്ത് 1/8 ഓഫ് എക്സ്. അതിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 100 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി 1/8 ഓഫ് എക്സ് ചെയ്യാം. 100 70ന് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്നവരോടാ മൈനസ് ആവും. ഓക്കെ ആണോ? അപ്പൊ 100 മൈനസ് 70 കിട്ടും. 100 മൈനസ് 70 എത്ര? ഞാൻ പറഞ്ഞേ 100 മൈനസ് 70 എത്രയാടാ? 30 അല്ലേടാ. 100 മൈനസ് 70 30 ആണ്. ഇനി എന്ത് ചെയ്യാ? എക്സ് കണ്ടുപിടിക്കുക. നിസ്സാരം, കഴിഞ്ഞില്ലേ? ഇവിടെ 1/8 ആണ്. ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് പോകുന്നതാ മൾട്ടിപ്പിൾ ആവും. 30 ഇൻറ്റു 8 എത്രയാടാ? 240. ഓപ്ഷൻ ഉണ്ടാ? ഓപ്ഷൻ ഉണ്ടാ? അതേ കിടക്കണം ബി. കിട്ടിയാ? ഇത്രയുള്ളൂ. ഒന്നുകൂടി പറയാം. ഇഫ് യു ആഡ് 70 ടു 1/8 ഓഫ് എ നമ്പർ യു ഗെറ്റ് 100. 70നെ 1/8 ഓഫ് ഒരു നമ്പറിലേക്ക് ആഡ് ചെയ്താല് നമുക്ക് 100 കിട്ടും. അപ്പൊ എന്ത് ചെയ്യാ? ആ നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ കിട്ടിയില്ലേ? 240. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം പിടിച്ചോ. റീസണിങ് ആണ്. നമുക്ക് റീസണിങ് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? ആദ്യം മാത്സ് മാത്രം ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി എ ബൈസൈക്കിൾ വീൽ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 32 മീറ്റർ വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് 10 ടൈംസ്. സോ ഹൗ മെനി ടൈംസ് ഡസ് ഇറ്റ് ഹാവ് ടു റൊട്ടേറ്റ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 4 കിലോമീറ്റർ? ചോദ്യം മനസ്സിലായോ? ഒന്ന് ഇരുത്തി വായിച്ചു നോക്കി. ഇരുത്തി വായിച്ചു നോക്കിയടാ. അതായത് 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ ആണ് എന്ത് ദൂരം ട്രാവൽ ചെയ്യുന്നത്. 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ നീങ്ങും. ഓക്കെ, അങ്ങനെയെങ്കിൽ എത്ര തവണ കറങ്ങിയാല് എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ പോകുന്നതാണ് ചോദിച്ചേക്കണത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഇനി ശ്രദ്ധിച്ചേ. ഇനി 32 മീറ്റർ ആണെന്ത് 10 തവണ. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ തവണ ആയിരിക്കോടാ 10/32. സംശയം ഉണ്ടാവും? സംശയം ഉണ്ടാവും. അതായത് 32 മീറ്റർ നീങ്ങണമെങ്കിൽ എത്ര തവണ കറങ്ങണം? 10 തവണ കറങ്ങണം. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ നീങ്ങണമെങ്കിൽ എത്ര തവണ കറങ്ങണ? 10/32. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണ്ടേ? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 4000 മീറ്റർ. സംശയം ഉണ്ടാ? 1 കിലോമീറ്റർ എത്രയാണ്? 1000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്റർ എത്രയായിരിക്കും? 4000 മീറ്റർ. സിമ്പിൾ അല്ലേ? ഇനി നമ്മ ഇവിടെ പറഞ്ഞു എത്ര? 1 മീറ്റർ സഞ്ചരിക്കാൻ 10/32 തവണ കറങ്ങണം. ഓക്കെ ആണോ? അങ്ങനെ 4000 മീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 32. ഓക്കെ ഓക്കെ. സംശയം ഉണ്ടോ? ഇല്ല. 4 32 എത്ര പോവും? 8 പോവും അല്ലേ? 8 2 25. വെട്ടിയത് മനസ്സിലായ? അതായത് 4 വെട്ടി. ഓക്കെ, 4 100ൽ എത്ര തവണ പോവും? 25 തവണ പോവും. അതുപോലെ 8ൽ എത്ര തവണ പോവും? 2 തവണ പോവും. ഇനി 2 5 25 ഇൻറ്റു 5 125. പിന്നെ ഒരു 0 കൂടി ഉണ്ട് അല്ലേ? 1250. സംശയം ഉണ്ടാ? സംശയം ഉണ്ടാ? ഈ വെട്ടണത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ, ഒരു പ്രശ്നമില്ല. എനിക്ക് എളുപ്പമുള്ള രീതിയിൽ ഞാൻ ചേർന്ന് പോകും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ആദ്യം 4ഉം 32 എത്രയും പോയി? 8ൽ വെട്ടി. ഇനി 8ഉം 100ഉം 25, ബാക്കി 2 2ഉം 10ഉം 5ൽ വെട്ടി. 25 ഇൻറ്റു 5 125 ആണ്. ലാസ്റ്റ് ഫൈനൽ ആൻസർ തൊഴിലും 1 2 5 0 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാല് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇതൊന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. സെറ്റ് ആണോ? അപ്പോ അടുത്ത യുഗത്തിലേക്ക് പോവാം. ഇതും റീസണിങ് ആണ്. ഇതും റീസണിങ് ആണ്. മാത്സിന്റെ ചോദ്യം വന്നു. ക്വസ്റ്റ്യൻ നോക്കിയാടാ. 20 people working 4 hours a day can repair a bridge in 30 ദിവസം.
അങ്ങനെയെങ്കിൽ 15 പീപ്പിൾ 5 മണിക്കൂർ പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? ശ്രദ്ധിച്ചോ. 20 പീപ്പിൾ ഓക്കെ ആണോ? 4 മണിക്കൂർ എത്ര ദിവസം? 30 ദിവസം. അങ്ങനെയെങ്കിൽ 15 പീപ്പിൾ 5 മണിക്കൂർ എത്ര ദിവസം? ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം? ഓരോ ഇൻറ്റു കൊണ്ട് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം? എക്സ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ച് 15 30 രണ്ടീ പോവും അല്ലെ? 15 30 രണ്ടീ പോവും. 5 20 എത്ര പോടാ? 4 പോവും. ഓക്കെ ആണോ? 4 × 4 16. 16 × 2 എത്രടാ? 32. അപ്പൊ എക്സ് എത്ര കിട്ടും? 32. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എക്സ് 32. ഒന്നുകൂടി പറയാം. 20 ആൾക്കാര് 4 മണിക്കൂർ 30 ദിവസം കൊണ്ട് ഒരു പാലം പണി തീർത്തു. അങ്ങനെയെങ്കിൽ 15 ആൾക്കാര് 5 മണിക്കൂർ പണിയെടുത്താല് എത്ര ദിവസം കൊണ്ട് തീരും? ഇതാണ് ചോദ്യം. അതാണ് നമ്മൾ എഴുതിയേക്കണം. 20 ആൾക്കാര് 4 മണിക്കൂർ 30 ദിവസം കൊണ്ട് പണി തീർത്തത്. 15 ആൾക്കാര് 5 മണിക്കൂർ പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീരും? ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചില്ലേ? സംശയം ഉണ്ടാ? സെറ്റ് അല്ലേ? ആ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും റീസണിങ് ആണ്. ആ, മാത്സിന്റെ ഒരു ചോദ്യം ഉണ്ട്. ഇഫ് എ പേഴ്സൺ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 15 കിലോമീറ്റർ പെർ അവർ 15 കിലോമീറ്റർ പെർ അവർ ആൻഡ് ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 5 മിനിറ്റ്സ്. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് എന്താണ്? ചോദ്യം വായിച്ചു നോക്കി. ആ, എല്ലാവർക്കും അറിയാം. എന്തറിയാം? സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. എല്ലാവർക്കും അറിയില്ലേ? അറിയൂലേ? അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു. സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി സ്പീഡ് എത്ര നേക്കണേ? 15 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണോ? ഇനി ഡിസ്റ്റൻസ് അറിയാമോ? ഇല്ല. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം എന്താടാ? ഇതാണ് ഞാൻ. ഓക്കെ ആണോ? ഞാൻ ഇവിടെ നിന്ന് ഒരു പാലത്തിന്മേൽ കൂടെ ഓടുന്നു. ഇതാണ് പാലം. ഓക്കെ ആണോ? ഇതാണ് പാലം. ഈ പാലത്തിന്റെ നീളം നമുക്കറിയില്ല. എക്സ് ആയിട്ട് എടുത്തോ. ഇഷ്ടമുള്ള കാര്യം എടുത്തോ. ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ ആണോ? എന്റെ സ്പീഡ് 15 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണോ? എത്ര? 15 കിലോമീറ്റർ പെർ അവർ. ഇനി ഞാൻ ഈ പാലം കവർ ചെയ്ത് എത്ര ദൂരം? എത്ര മിനിറ്റ് കൊണ്ട്? 5 മിനിറ്റ് കൊണ്ട്. ഓക്കെ ആണോ? ചോദ്യം എന്താണ്? നമ്മുടെ ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? നമുക്ക് ഇക്വേഷൻ അറിയാം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഞാൻ എത്ര ദൂരം എത്ര മിനിറ്റ് കൊണ്ട് എടുത്തേ? 5 മിനിറ്റ്. ഓക്കെ ആണോ? ഇവിടെ കിലോമീറ്റർ പെർ അവർ അല്ലേടാ? അപ്പൊ ഇതിനെന്താക്കണം? അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? മിനിറ്റിന് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യണേ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും? 15 × 5 5 5 മിനിറ്റ് ആണ്. ആ മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 60 വെച്ച് ഡിവൈഡ് ചെയ്യണം. കാരണം എന്താ? 1 മണിക്കൂറാണ് 60 മിനിറ്റ് അല്ലെ? 1 മണിക്കൂറാണ് 60 മിനിറ്റ്. അങ്ങനെയെങ്കിൽ 1 മിനിറ്റ് എത്രയായിരിക്കും? 1 മിനിറ്റ് എത്രയായിരിക്കും? 1/60 മണിക്കൂറായിരിക്കും. സംശയം ഉണ്ടാ? ഈ ഒരു കാര്യം ഓർത്തിരുന്നോളെ. 1 മണിക്കൂറാണ് 60 മിനിറ്റ്. അങ്ങനെയെങ്കിൽ 1 മിനിറ്റ് എത്രയായിരിക്കും? ഈ 60നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താവും? 1/60 അവർ ആവും. അതാണ് ഈ വെച്ച് എഴുതിക്കണം. 5 മിനിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. 5/60 ആവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ. ഇനി 15 60 എത്രയിൽ പോവും? 4 പോവും. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 5/4. അയ്യോ, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാ 5/4? ഇല്ല. ഇത് എത്രയാണ്? ഇത്രയും കിലോമീറ്റർ ആണ് അല്ലേ? അത്രയും കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എന്താ വന്നേക്കണ? മീറ്റർ അല്ലേടാ? അപ്പൊ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ് അല്ലെ? 4 100 എത്ര പോവും? 25 പോവും. എത്ര ഇട്ടോടാ? 1250. 25 × 5 എത്ര? 1250. അല്ല, 25 × 5 125. പിന്നെ ഒരു 0 ഇല്ലേ? അപ്പൊ 1250 കിട്ടും. ഓപ്ഷനില്ലേ? ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ആ, എന്നാ പിടിച്ചോ. അടുത്ത ചോദ്യം. ഇത് റീസണിങ് ആണ്. വേണം. ഇതും റീസണിങ് ആണ്. നമ്മളിപ്പോ റീസണിങ് ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. മാത്സിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ റീസണിങ് പഠിച്ചാലാ? പിടിച്ചോ. 35 + 48 = 60. 35 + 48 = 60.
എന്തെങ്കിലും റിലേഷൻ കണ്ടെത്താൻ പറ്റുമോ? റീസണിങ് ആണ്, മാത്സ് ആണെങ്കിൽ പറ്റോളാ. 35+48 എത്രയാണ്? 83 അല്ലേ? അപ്പൊ കണക്ഷൻ ഒന്നും എത്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ നോക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്കൊരു കണക്ഷൻ കിട്ടിയത് എന്താന്ന് വെച്ചാല് 3ഉം 5ഉം 35 3+5 എത്രയാടാ? 8 ഓക്കെ ആണോ? ഇനി 4ഉം 8ഉം 4+8 എത്രയാടാ? 12 ഓക്കെ ആണോ? ഇനി ഈ 8ഉം 12ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഇട്ടോടാ? 20 കിട്ടൂലേ? ഇനി ഇതെന്താണ്? 60 ആയിട്ടുണ്ട്. എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണോടാ? 20 ഇൻറ്റു എത്ര ചെയ്താല് 20നെ എത്ര വെച്ച് ഗുണിച്ചാൽ 60 ആവും? ആ 3 അല്ലേ? 3 അതന്നെ. 20 ഇൻറ്റു 3 ചെയ്താല് 60 കിട്ടും. ഓക്കെ ആണോ? ഈ ഒരു പാറ്റേൺ നമുക്ക് അടുത്തതിലും ചെയ്തു നോക്കാം. അടുത്തതിലും ഇത് തട്ടിപ്പോയാൽ സെറ്റാണ്, വേറെ നോക്കണ്ട. 23 ഉണ്ട് പ്ലസ് 34 ഉണ്ട് ഈക്വൽ ടു 36 എന്നാണ് പറഞ്ഞേക്കണം അല്ലേ? 23 അല്ലേ? നമ്മളെന്താ ഇവിടെ എന്താ ചെയ്തേ? 2+3 34 3+4 2+3 5 3+4 7 ഓക്കെ ആണോ? 5+7 എത്രടാ? 12 12 36 ആവാൻ എത്ര വെച്ച് ഗുണിക്കണം? 3 വെച്ച് ഗുണിക്കണം അല്ലേ? അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് മറ്റേതും വന്നേക്കണത്. അപ്പൊ എന്ത് ചെയ്യാ? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം എന്താടാ? ഇതൊന്ന് മാച്ച് കളയണേ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം എന്താ? 14+21 അല്ലേ? 1+ ഇവിടെ ചെയ്ത പോലെ 1+4 ചെയ്യാ, അതേപോലെ 2+1 ചെയ്യാ. 1+4 എത്രടാ? 5 2+1 3 3+5 എത്ര? 8 8 എത്രയാവും പറഞ്ഞേക്കണേ? 3 വെച്ച് ഗുണിക്കണ്ടേ? 24 ആവും. അതാണത് നമ്മുടെ ഓപ്ഷനിലുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ റീസണിങ് കാണുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കണം. ഓക്കെ അല്ലേ? നിങ്ങളുടെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങൾ പോകും. അത് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. എന്നാലും നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി നോക്കണം കേട്ടോ. ഞാൻ എത്ര നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വിട്ടേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ ആണോ? അപ്പൊ അധികം സമയം ചെലവഴിക്കരുത്. നിങ്ങൾക്ക് ആ ലോജിക്ക് കറക്റ്റ് ആയിട്ട് പോവില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാം, ബാക്കിയുള്ളത് വിട്ടേക്ക്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എടാ നമ്മുടെ ആൽഫബറ്റ്സ് വരുമ്പോ മെയിൻ ആയിട്ട് നമ്മുടെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഈ ആൽഫബറ്റ് എക്സാം ഹോളിൽ കയറി കഴിഞ്ഞ് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, അത് കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക കേട്ടോ. എല്ലാവർക്കും അറിയൂലേ ABCD? ABCDEFG അങ്ങനെ എഴുതിക്കോ, നേരത്തെ പിടിച്ച്. ഇതുപോലെ എഴുതാം. ലാസ്റ്റ് എഴുതുമ്പോ ഈ ജോട്ടി എന്നുള്ള സംഭവമില്ലേ, അത് പഠിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും. ഈ ജോട്ടി അത് വരുന്ന രീതിയിൽ എഴുതണം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് ഹ്യൂമാനിറ്റി, അതെന്താവും? COWHABKP ഒരു വാക്കാവും. ഇങ്ങനെ ഓർത്താൽ മതി. ഇനി ശ്രദ്ധിക്കാം, HUMANITY ഹ്യൂമാനിറ്റി എന്താവും? COWJABKP ഇതാവുന്ന പറഞ്ഞേക്കണം. ഓക്കെ ആണോ? ഇനി HC ആവും. H ഇവിടെയാണ് നടക്കണത്, C ഇവിടെയാണ് നടക്കണത്. 1 2 3 4 4 ബാക്കിയുണ്ട്. ഇനി UO ആവും. U എവിടെയാണ്? U ഇവിടെയാണ്, O ഇവിടെയാണ്. 1 2 3 4 5 5 അത് വന്നു. MW അങ്ങനെ നീണ്ടിട്ട് പോകും. അപ്പൊ നമുക്ക് ആ റിലേഷൻ പറ്റൂല. HCUOMW ആ റിലേഷൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ? നേരെ പകുതി ആക്കേന. ഇങ്ങോട്ട് 4 ഉണ്ട്, ഇങ്ങോട്ട് 4 ഉണ്ട്. ഓക്കെ ആണോ? A കഴിഞ്ഞ് നേരെ റിവേഴ്സ് എടുക്കാം. A കഴിഞ്ഞ് C, 1 വിട്ട് C ആയി. ഓക്കെ ആണോ? M ഇതാണ് അല്ലെ? M 1 കഴിഞ്ഞ് O ആയില്ലേ? M 1 കഴിഞ്ഞ് O ആയി. ഇനി U എടുക്കാം. U 1 വിട്ട് W ആയില്ലേ? U 1 വിട്ട് W ആയി. ഇനി H എടുക്കാം. H 1 വിട്ട് J ആയില്ലടാ. അപ്പൊ ആ പാറ്റേൺ എന്താണ്? ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. നമ്മളെ ചോദിച്ചേക്കണ വാക്ക്, അതായത് ഇക്വേഷൻ എന്നുള്ള വാക്ക് എടുക്കുക. ഇതിനെ പകുതിയാക്കി. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? A ആണ് ആദ്യം വന്നേക്കണത്. ഓക്കെ ആണോ? അപ്പൊ A 1 ഇടവിട്ടാണ് വന്നേക്കണം. A 1 ഇടവിട്ട് പിന്നെന്താ തന്നെ? C ആണ്. അപ്പൊ ആദ്യം C ആയിരിക്കും വരുന്നത്. C ഉള്ള ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. അതങ്ങ് ഇട്ടേക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ഇനി നമുക്കൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ലാസ്റ്റത്തെ അക്ഷരം ഇവിടെ ബി ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ടി ആണ്. അപ്പൊ ടി കഴിഞ്ഞ് എന്തുവാ നോക്കാം, ദേ ഇതാണ് നമ്മുടെ ടി. ടി കഴിഞ്ഞ് ഒന്നിടവിട്ട് പിന്നെന്താ വന്നേക്കണം, ബി അല്ലേ, ലാസ്റ്റ് ബി അല്ലേ വന്നേക്കണം. ആ കറക്റ്റ് ആണ്, അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ലോജിക്ക് ഇത്തിരി ഇത്തിരി പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടും. ഓക്കെ, ഒന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ. ആ വേറെ റിലേഷൻസ്. നമ്മുടെ റിലേഷൻ നമ്മുടെ എല്ലാ എക്സാമിനും മെയിൻ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആണ്, പക്ഷെ ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുള്ളൂ. ഓക്കെ, എൻ സൺ ഈസ് കെ. എന്നിന്റെ മോനാണെന്ത്, കെ. എന്നിന്റെ മോനാണ് കെ. അപ്പൊ ഫീമെയിൽ എപ്പോഴും സർക്കിളിലും, ഫീമെയില് സർക്കിളിലും, മെയില് സ്ക്വയറിലും പഠിക്കാം. മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചേക്കണം. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് റിലേഷൻ അങ്ങനെ പഠിച്ചോ, ഞാൻ ഇങ്ങനെ പഠിച്ചത്, ഞാൻ സാർ ഇങ്ങനെ ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ എന്നിന്റെ മകനാണ് കെ. അപ്പൊ മകൻ എന്ന് പറയുമ്പോൾ മെയിൽ ആയിരിക്കുമല്ലോ, അതാണ് ഞാൻ കെ സ്ക്വയറിൽ കൊടുത്തേക്കണം. ഓക്കെ ആണോ? ഇനി കെയുടെ ഭാര്യയാണ് എന്ത്, എല്ല്. കെയുടെ ഭാര്യയാണ് എല്ല്. അപ്പൊ ഭാര്യ എന്തായാലും ഫീമെയിൽ ആയിരിക്കുമല്ലോ, അതാണ് വട്ടത്തിൽ കൊടുത്തേക്കാം. ഇനി എൽ സൺ ഈസ് ജെ. എല്ലിന്റെ മോനാണ് എന്ത്, ജെ. ഓക്കെ ആണോ? എല്ലിന്റെ മോനാണ് ജെ. മോൻ എന്ന് പറയുമ്പോൾ ആണായിരിക്കും അല്ലേ? അപ്പൊ മെയില് സ്ക്വയറിൽ കൊടുക്കാം. ഇനി എൻ ഈസ് മാരീഡ് ടു പി. എന്നിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് എൻ അങ്ങനെ തന്നെ ഇട്ടാൽ മതി, സ്ക്വയർ കൊടുക്കണ്ട, വട്ടവും കൊടുക്കണ്ട. എൻ ഈസ് മാരീഡ് ടു പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ജെ ആൻഡ് എം. എം അല്ല ട്ടാ, എന്താണ്, എൻ ആണ് ട്ടാ. ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നാണ്. ഓക്കെ ആണോ? എം അല്ല, എൻ ആണ്. അതായത് ഈ പറയുന്ന ജെയും ഈ പറയുന്ന എന്നും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണെന്ന് ചോദിച്ചേക്കണം. ഓക്കെ ആണോ? എന്തായിരിക്കും ബന്ധം? ആ എന്നിന്റെ മകനാണ് കെ, കെന്റെ മോനല്ലേ ജെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, സൺ ഓഫ് സൺ അല്ലേ, മോന്റെ മോനല്ലേ. നേരിട്ട് കിട്ടിയില്ലേ, വേറൊന്നും ചെയ്യാനല്ല. ഇതാണ് ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയ. ഈ എഴുതുന്ന പറഞ്ഞ പേരാണ് ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സിമ്പിളാണ്, വെറുതെ നോക്കി കണ്ടുപിടിച്ചാൽ സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അടുത്ത ദിവസം ചെയ്യാം. ആ കംപ്ലീറ്റ് ദ സീരീസ്. 2, 6, 14, 30, 62, 126. ഓക്കെ ആണോ? മെയിൻ ആയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാല് എന്ത് ചെയ്യാം, ഡിഫറൻസ് ഒന്ന് കേൾക്കാം. 2 മാറും തമ്മിലുള്ള വ്യത്യാസം 4, 6ഉം 8ഉം, സോറി 6ഉം 14ഉം 8, 14ഉം 30ഉം 16, 30ഉം 62ഉം 32, 62ഉം 126. എത്രയാടാ? 100, സോറി 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 62ഉം 126. എത്രടാ? 64. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇങ്ങനെ സീരീസ് വന്നാല് മെയിൻ ആയിട്ട് ഡിഫറൻസുകൾ ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഓർഡർ ഉണ്ടോ? 4ന്റെ ഇരട്ടിയാണ് 8, 8ന്റെ ഇരട്ടിയാണ് 16, 16ന്റെ ഇരട്ടിയല്ലേ 32, 32ന്റെ ഇരട്ടിയാണ് 64. അങ്ങനെയാണെങ്കിൽ 64ന്റെ ഇരട്ടി എത്രയായിരിക്കും? എത്രയായിരിക്കും ഞാൻ പറഞ്ഞേ? 128. പേരാണോ? 64ന്റെ ഇരട്ടി 128. അങ്ങനെയെങ്കിൽ ഈ 126-നൊപ്പം 128 കൂട്ടിയാൽ എത്ര കിട്ടും? ദേ ലാസ്റ്റ് 4ആണ് തന്നെ, വേറെ 2 ഓപ്ഷൻ ഉണ്ടല്ലേ 4. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ചെയ്യാം. 254, ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, 254. വേറെ ഇത്രയും കിട്ടിയില്ലേ? ഇത്രയും കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. ഞാൻ പിടിച്ചോ, അടുത്ത ചോദ്യം പിടിച്ചോ. How many sevens are there in the given sequence of numbers that are not immediately preceded by 8 and are immediately followed by 4? പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസീഡഡ് ഇപ്പോ 5, 5, 4, 3, 2 എന്ന് വിചാരിക്കാം. ഓക്കെ, 5ന്റെ നമ്പറിന്റെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൊട്ട് ബാക്കിൽ. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ. പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ബാക്കിൽ വരുന്നത്. ഓക്കെ ആണോ? ഇമ്മീഡിയറ്റ് പ്രിസീഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൊട്ട് മുന്നിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി നമ്മുടെ നമ്പർ എന്താണ് പറഞ്ഞേക്കുന്നത്? 7. 7 എവിടെ എടുക്കുന്നുണ്ട്? എവിടേക്ക് ഉണ്ട് 7? ഓക്കെ ആണോ? 7 ഇവിടേക്ക് ഉണ്ട്. ഇനി 7ന്റെ തൊട്ട് ബാക്കിൽ 8 വരാൻ പാടില്ല. നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ 8. ഓക്കെ ആണോ?
സെവന്റെ തൊട്ട് ബാക്കിൽ 8 വരാൻ പാടില്ല. അതുപോലെ 7ന്റെ തൊട്ട് മുന്നിൽ എന്ത് വരണം? 4 വരണം. ഓക്കെയാണ്. ആ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞേക്കണം. 7ന്റെ തൊട്ട് ബാക്കിൽ 8 വരാത്ത എന്തൊക്കെയുണ്ട്? ഇത് വന്നിട്ടില്ല. ഓക്കെ, ഇത് വന്നിട്ടില്ല. ഞാൻ ഇങ്ക് ചേഞ്ച് ചെയ്യണം. ആ 7ന്റെ തൊട്ട് ബാക്കിൽ ഇത് വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല, ഇതും വന്നിട്ടില്ല. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ ഉണ്ടില്ലേ? 7ന്റെ തൊട്ട് മുന്നിൽ എന്ത് വരണം? 4 വരണം. 7ന്റെ തൊട്ട് മുന്നിൽ 4 അല്ല. ഇവിടെ 7ന്റെ തൊട്ട് മുന്നിൽ 4 അല്ലേ? അപ്പൊ ഇത് ഫോളോ ചെയ്യും. 7ന്റെ തൊട്ട് ബാക്കിൽ 8 വന്നിട്ടില്ല, 7ന്റെ തൊട്ട് മുന്നിൽ എന്ത് വന്നിട്ടുണ്ട്? 4 വന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ 7ന്റെ തൊട്ട് ബാക്കിൽ 7ന്റെ തൊട്ട് ബാക്കിൽ 8 വന്നിട്ടില്ല. അതുപോലെ 7ന്റെ തൊട്ട് മുന്നിൽ എന്ത് വന്നിട്ടുണ്ട്? 4 വന്നിട്ടുണ്ട്. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഇവിടെ 7ന്റെ തൊട്ട് ബാക്കിൽ 8 വന്നിട്ടില്ല, 7ന്റെ തൊട്ട് മുന്നിൽ 4 വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി അതുപോലെ ഇവിടെയും ഉണ്ട് അല്ലേ? 7ന്റെ തൊട്ട് ബാക്കിൽ 8 വന്നിട്ടില്ല, പക്ഷെ 7ന്റെ തൊട്ട് മുന്നിൽ എന്താണ്? 9 വന്നേക്കണം. അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇതെടുക്കാൻ പറ്റൂല. അപ്പൊ മൊത്തത്തിൽ ഉണ്ട് 1 2 3 3 ഉള്ളൂ. ഓപ്ഷൻ 3 സെറ്റല്ലേ? പക്കാ പോവാ. ഇനി ലാസ്റ്റ് നേരത്തെ പറഞ്ഞില്ലേ ആൽഫബറ്റ് സീരീസ് ആണ് എഴുതാം. ഓക്കെ, അപ്പൊ എം കഴിഞ്ഞാല് പി വരണമെങ്കിൽ എത്ര നീങ്ങോടാം? എം കഴിഞ്ഞ് NOP അല്ലെ? രണ്ടെണ്ണം മാറിയാണ് എന്ത്? പി വന്നേക്കണത്. ഓക്കെ, ഇനി എ കഴിഞ്ഞാല് ഡി ആ വന്നേക്കണം. ABCD അല്ലെ? രണ്ടെണ്ണം മാറിയാണ് എന്ത്? ഡി വന്നത്. ഓക്കെ ആണോ? അപ്പൊ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചേ. എസ് കഴിഞ്ഞ് രണ്ടെണ്ണം മാറണം അല്ലെ? STU അതിന് എന്തായിരിക്കും? വി അല്ലേ വരുന്നത്? വി വരുന്ന ഓപ്ഷൻസ് ഈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? സി ആണ്. സി കഴിഞ്ഞ് 2 അക്ഷരം മാറി എന്ത് വരും? ABCDEF. വിയും എഫും. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. ബാക്കി രണ്ടും എലിമിനേറ്റ് ആയി പോയി. ഇനി 2 ഓപ്ഷനിൽ മൂന്നാമത്തെ 6 ആണ്. അപ്പൊ നമുക്ക് മൂന്നാമത് ചെക്ക് ചെയ്യണ്ട. അതിന് പകരം എന്ത് ചെയ്യാം? ലാസ്റ്റ് ചെക്ക് ചെയ്യാം. 6 ചെക്ക് ചെയ്യാം. രണ്ടെണ്ണം മാറി എന്ത് വരും? RSTU. യു അല്ലേ? യു പറഞ്ഞ ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇതായിരിക്കും എന്ത്? റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ക്യാപ്പ് എല്ലാത്തിനും ഫോളോ ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. കണ്ടോ? അത് വെച്ച് ആണെങ്കിൽ നമ്മൾ ഈ സീക്വൻസ് ചെയ്തു. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇതിനകത്ത് അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ? ഒന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ പിൻ ഡൗൺ ചെയ്താൽ മതി. എന്തായാലും ക്ലിയർ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ബൈ ബൈ.